ഞാനിന്ന് രാവിലെ നെറ്റ്ഫ്ലിക്സിലൊരു ഒരു സിനിമ കണ്ടു. 'ദ ചിൽഡ്രൻസ് ട്രെയിൻ'. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ ഭയങ്കര ഒരു എക്സലന്റ് ഫിലിം ആയതുകൊണ്ടല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നി ഈ സിനിമയുടെ ഒരു തീം ഒരു അൺനോൺ സ്ലൈസ് ഓഫ് ഒരു വേൾഡ് ഹിസ്റ്ററി ആണെന്ന് എനിക്ക് ബേസിക്കലി എനിക്കങ്ങനെ തോന്നി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഇത് അൺനോൺ ആയിരിക്കും. അതുകൊണ്ട് ഈ സിനിമയ്ക്കൊരു ഒരു ഹിസ്റ്റോറിക്കൽ ഒരു റെലവൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഞാനൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറ്റലിയിലെ ഒരു സദേൺ ഏരിയ, അതായത് നേപ്പിൾസ്, അവിടെ ഉള്ള ആളുകൾ എല്ലാവരും കുട്ടികളടക്കമുള്ള എല്ലാവരും വളരെ അധികം പോവർട്ടി സ്ട്രിക്കനാണ്. അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ സത്യത്തിൽ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് അവരെ അമ്മമാരൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സ്ട്രീറ്റ് സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോൺലിങ്ങോ കെയറോ ഒന്നും കിട്ടിയിട്ടുള്ള കുട്ടികളല്ല ഇവർ. കാരണം വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവർ പാരൻസിനൊന്നും ഇങ്ങനെ ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒന്നും കൊടുക്കാനുള്ള ഒരു സിനാരിയോയിലല്ല അവിടെ ഇരിക്കുന്നത്. അപ്പം സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയൊരു ഒരു ബോംബ് വീഴുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു സ്ലൈറ്റ് സംഭവമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിനിമയാണ്. ഇതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു 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 പ്രോജക്റ്റുമായിട്ട് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ICP വരികയാണ്. അതായത് ഈ കുട്ടികളെയൊക്കെ ഇവിടെ കിടന്നിങ്ങനെ റൂയിനായി പോയി, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കുട്ടികളെ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് ഈ ഒരു കുട്ടികളെ മുഴുവനും ഒരു ട്രെയിനിൽ കയറ്റിയിട്ട് ഇറ്റലിയുടെ ഈ നേപ്പിൾസിൽ നിന്ന്, അതായത് സദേൺ സോണിൽ നിന്ന് നോർത്തേൺ ഏരിയയിലേക്ക് ഇവരെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് ഹിസ്റ്ററിയിൽ ശരിക്കും നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ട്രെയിന് ഹിസ്റ്ററിയിലെ ഹാപ്പിനെസ് ട്രെയിൻസ് അഥവാ ട്രെയിൻസ് ഓഫ് ഹാപ്പിനെസ്, ഇങ്ങനെയാണ് ഹിസ്റ്ററി ഇതിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു നോവലാണ്. അതായത് വൈല അഡോൺ എഴുതിയ സെയിം പേരിലുള്ള ചിൽഡ്രൻസ് ട്രെയിൻ എന്ന പേരിലുള്ള ഒരു നോവലിൽ നിന്നാണ് സിനിമ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ചെറിയ ഡീറ്റെയിൽസ്, ചെറിയൊരു സിനിമയാണ്. സിനിമ എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ എങ്ങനെ, അതായത് വാർ സോണിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വാർ ടോൺ ആയിട്ടുള്ള കൺട്രികളിലും ജീവിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് ഒരു ഭയങ്കര ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന കുട്ടികളാണ്. അത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ്, അവരുടെ സ്കൂളിങ്, അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നസെൻറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇൻ ലൈഫ്, അതാണ് ഇങ്ങനെ കംപ്ലീറ്റ് എന്താ പറയുക, ഇല്ലാണ്ടായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള കൺട്രികളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക്. അവർ ഡിസേർവ് ചെയ്യുന്ന ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ലവ് അറ്റൻഷൻ ഇല്ല, അവർക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് അവർക്ക് കിട്ടുന്നില്ല. ഒരു ചൈൽഡ് ലേബറിന് അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്കിത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ ഇവിടുന്ന് സേവ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഈ നോർത്തേൺ പാർട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഈ കുട്ടികളുടെ ഒരു ലൈഫിന് വരുന്നൊരു ട്രാൻസിഷനുണ്ട്. അത് ആക്ച്വലി ഈ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ക്യാരക്ടർ, അവരുടെ പേഴ്സണാലിറ്റി, ഇതിനൊക്കെ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നത് ലേറ്റർ പാർട്ട് ഓഫ് ദി ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് കുട്ടികൾ എന്ത് ചെറിയൊരു പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന എന്ത് സംഭവം അവരെ ഒരു ലൈഫ് ലോങ് ചിലപ്പോൾ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന മറ്റേ സൈഡും. അതായത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ഒരു ഒന്നുമില്ലാത്തൊരു പോവർട്ടിക്കുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്
അത് വളരെ ഹോപ്പ്ലെസ് ആണ്. ഈ കുട്ടികളെ ലൈഫിൽ അങ്ങനെ ഒരു ഹോപ്പ് ബ്രിങ് ചെയ്യുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അത് അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരു സിനാരിയോ കൊണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്നിട്ട് ഇവർക്ക് ഈ സംഭവങ്ങളെല്ലാം, അതായത് ഇപ്പോൾ ഒരു സ്കൂളിംഗ് ഉണ്ട്, അവരുടെ അവരെ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾ, പാർട്ടിയിലെ മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പാരൻസ് ഉണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇവരെ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ നോക്കുന്ന രീതി, അവരെ റിഫൈൻ ചെയ്യുന്ന രീതി, അവർ സ്കൂളുകളിൽ അവർക്ക് നേരിട്ട് വരുന്ന ഹ്യൂമിലിയേഷൻ അങ്ങനെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട്, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും ഒരു കൾച്ചർ ഡിഫറൻസ് കൊണ്ടൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ അവിടുത്തെ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇതൊക്കെ വളരെ ചെറിയ ചെറിയ സ്ട്രോക്സ്, അല്ലാതെ ഒരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടൊന്നും സിനിമ കാണിക്കുന്നില്ല. പക്ഷെ എന്നാൽ ആ ഒരു ഭയങ്കര ഗുഡ്നെസ് ഉണ്ട് ഈ സിനിമയിൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള പേരൻസ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കുട്ടികൾക്ക് എന്താണ് വേണ്ടത്. ബേസിക്കലി നമ്മൾ വിചാരിക്കും കുട്ടികൾ സ്വന്തം വീട്ടിൽ അവരുടെ അച്ഛനമ്മമാരെ കൂടെ നിൽക്കുമ്പോഴാണ് അവർ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഈ സിനിമ ശരിക്കും പറയുന്നൊരു തീമിൽ അത് ഇറലൻ്റ് ആവുക ചെയ്യുന്നത്. അങ്ങനെയല്ല ശരിക്കും. കുട്ടികൾ ഒരിക്കലും ആ രീതിയിലല്ല ശരിക്കും. അത് അങ്ങനെ ഒരു പ്ലേസിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ട അറ്റൻഷനൊന്നും കിട്ടിയില്ലെങ്കിൽ ആ കുട്ടികൾ വേറെ ഒരു സ്ഥലത്ത് പോയി ഇതെല്ലാം കിട്ടുന്ന സ്ഥലത്ത് അവരവിടെയാണ് അവർ സ്റ്റിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവിടെയാണ് കൂടുതൽ ഒരു ജീവിക്കാനും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്നതും, സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതും ഒക്കെ ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ വളരെ സട്ടിലായിട്ടാണ്. അങ്ങനെ ഒരു വളരെ ലൗഡായിട്ടുള്ള ഇമോഷനോ സെൻറ്റിമെൻറ്റ്സോ ഒന്നും വെച്ചിട്ടല്ല സിനിമ കാണിക്കുന്നത്. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ കാണിക്കുന്ന സംഭവങ്ങൾ ഈ സിനിമ വളരെ നീറ്റായിട്ട് ശരിക്കും പോർട്രേ ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻസ് ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡിറക്ഷൻ പാർട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഈ സിനിമയുടെ ബിഗിനിങ്, ഈ സിനിമയുടെ എൻഡ്, അതിൻ്റെ മിഡിലൊരു കട്ടുണ്ട്. ഈ 3 സംഭവങ്ങളും എനിക്ക് ഭയങ്കര ബ്രില്യൻസ് ആയിട്ടാണ് തോന്നിയത്. ഒരു നമുക്ക് അതിൻ്റെ ഒരു കണക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് സ്റ്റോറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ലാഗ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു ഡ്രൈനെസ് അല്ലെങ്കിൽ കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഒരു പീരീഡ് ഡ്രാമയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫാസിനേറ്റഡ് ആവാത്ത ചില ഷോട്ടുകൾ ഉണ്ട് തുടക്കത്തിൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓക്കെ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം ഈ സിനിമ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചൊരു സമയം എടുക്കും. ആ സമയം നമ്മൾ ഈ സിനിമയ്ക്ക് കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം ആസ് യു വാച്ച് ഓൺ, ഈ സിനിമയിലെ ക്യാരക്ടേഴ്സും ബാക്കി ഈ സിനിമയുടെ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു തീമൊക്കെ നമ്മളിങ്ങനെ സ്ലോലി ഇങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഈ സിനിമയ്ക്ക് ഒന്ന് കൊടുക്കണം, ആ ഒരു കൺസിഡറേഷൻ. ടെക്നിക്കലി ഈ സിനിമയിൽ അത്ര വലിയൊരു ബ്രില്യൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സാധാരണ ഒരു പോസ്റ്റ് വേൾഡ് വാർ സിനിമയുടെ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഹാപ്പിനെസ് ട്രെയിൻ കാണിക്കുന്നുണ്ട്, അതും അത്ര വലിയൊരു ഹൈലൈറ്റഡ് ഒരു സംഭവമൊന്നുമല്ല. പിന്നെ ഈ സിനിമയിലൊരു മ്യൂസിക്കൽ ഒരു പീസ് ഉണ്ട്, അത് ചെയ്തിരിക്കുന്ന ഒരു അക്കാദമി വിന്നറാണ് എന്ന് ഒരു റെഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ അത്ര വലിയൊരു സംഭവമായിട്ട് അതും തോന്നിയില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന അമേരിക്കോ എന്ന് പറഞ്ഞ കുട്ടി, അത് ക്രിസ്ത്യൻ സിൽവാണ്, അങ്ങനെയാണ് ആ കുട്ടിയുടെ പേര്. അത് സ്ലോലിയാണ് കുട്ടി നമ്മളായിട്ട് ഇങ്ങനെ ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ആദ്യത്തെ ഫേസിൽ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു ഫേസ് കഴിയുന്നതിനനുസരിച്ച് ഈ കുട്ടിയുടെ ഒരു ആക്ടിങ്, ആ ഒരു പിരീഡ് നമ്മൾ ആലോചിക്കുന്നത്, അവിടെ നിന്ന് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ പതുക്കെ ബിൽഡ് ചെയ്തിട്ടാണ് വരുന്നത്. സിനിമ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഈ കുട്ടിയുടെ ആക്ടിങ് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മേലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സ്വതവേ അത്ര സിനിമ ഓവറോൾ അങ്ങനെ ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റൽ സിനിമയൊന്നുമല്ല. ഇങ്ങനെ കുട്ടികളുടെ ഒരു സിനിമയാണെന്ന് വെച്ചിട്ട് ആ രീതിയിലുള്ള ഒരു പ്ലേയും ഇതിലില്ല. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓൺലി നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു മെലോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർട്രയലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കുട്ടികൾ അഭിനയിക്കുന്നവരും നമുക്കിങ്ങനെ ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാൻ അത്ര
ഇറാനിയൻ കിഡ്സിൻ്റെ പോലത്തെ ഒന്നും ആക്ടിങ് അല്ല ഈ കുട്ടികൾക്കുള്ളത്. അപ്പോൾ പിന്നെ പിന്നെ അമേരിക്കയുടെ അമ്മയായിട്ട് വരുന്ന നടി എന്ന് പറയുന്നത് സെറീന റൂസി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ്സാണ്. അവരുടെ ആക്ടിങ് ചില സമയത്ത് നല്ല ഷാർപ്പും നല്ല രസമായിരുന്നു. അത്ര കൺസിസ്റ്റൻ്റ് അല്ല, ചില സമയത്ത് അങ്ങനെ കുറച്ചൊരു പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര ഒരു റെലവൻ്റ് ആണ് കേട്ടോ സിനിമയിൽ. പിന്നെ ഈ അഡോപ്റ്റഡ് മദറായിട്ട് വരുന്ന ഈ പാർട്ടി വർക്കറൊക്കെ ആയിട്ടുള്ള ആ ഒരു സിംഗിൾ ലേഡി, അവർ ഇങ്ങനെ ഈ കുട്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രാൻസിഷനൊക്കെ എനിക്ക് അവരുടെ ആക്ടിങ് നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു അറ്റയറിലും ആറ്റിറ്റ്യൂഡിലൊക്കെ ആ ക്യാരക്ടർ ശരിക്കും റിഫ്ലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ബാർബറ റാഞ്ചി എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവരാണ് ഇതിലൊരു സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും ഒരു സൈഡിൽ നിൽക്കുന്ന. പിന്നെ ഈ അമേരിക്കയുടെ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു ആക്ടർ വരുന്നത് 1-2 ഷോട്ടുകളിലേ വരുന്നുള്ളൂ. അത് നല്ല, പക്ഷെ ആ ഷോട്ടുകളിൽ നല്ല രീതിയിലാണ് കേട്ടോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ആക്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എസ്പെഷ്യലി ലാസ്റ്റ് ഷോട്ടിലൊക്കെ നമുക്കത് നല്ല നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു സംഭവം. ഞാൻ ഈ സിനിമ ഇങ്ങനെ ഒരു ഹിസ്റ്ററിക്കലൊരു പീസും ഇതുപോലൊരു അൺനോണിനൊരു ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് സിനിമ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഒന്ന് റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് കാണാം. പിന്നെ വേറെന്താ, നമുക്ക് അടുത്ത സിനിമയ്ക്കായിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.